അത്യാഗ്രഹി മരുമകൾ മാജിക്കൽ ചെരുപ്പ്. തന്റെ അത്യാഗ്രഹം കാരണം വിമല എന്തെല്ലാം അബദ്ധങ്ങളിലാണ് ചെന്ന് ചാടുന്നതെന്ന് നമ്മൾ ഇതിനു മുമ്പുള്ള കഥയിൽ കണ്ടതായിരുന്നു. ഒരു ദിവസം വിമല തന്റെ പാടത്തുകൂടി നടക്കുകയായിരുന്നു. ഈ പ്രാവശ്യം പരുത്തിയുടെ കൃഷി തന്നെ ചെയ്യണം. വേറെ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ CM അതിനുള്ള കർഷക ലോൺ അനുവദിക്കില്ല. എന്തിനാ വെറുതെ കയ്യിലെ കാശ് ഇങ്ങനെ ചുമ്മാ കൊണ്ടേ കളയുന്നേ? അങ്ങനെ ആലോചിച്ചു നടക്കുമ്പോൾ അവളുടെ കാലിൽ ഒരു മുള്ളുകുത്തി. അയ്യോ അമ്മേ! അവൾ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് കാലിലെ മുള്ളെടുത്ത് കളഞ്ഞു. എന്റെ ഭഗവാനേ, ഈ വൃത്തികെട്ട മുള്ളിന് എന്റെ കാല് മാത്രമേ കിട്ടിയുള്ളോ? എന്ത് വേദനയാ! അവൾ നൊണ്ടിക്കൊണ്ട് പതുക്കെ പതുക്കെ അവളുടെ വീട്ടിലേക്ക് ചെന്നു. അവൾ വരുന്നത് അവളുടെ അമ്മായിയമ്മ കണ്ടു. മോളെ, എന്താ ഇങ്ങനെ നൊണ്ടുന്നെ? എന്തു പറ്റി? എന്റെ കാലിലൊരു മുള്ളു കുത്തി അമ്മേ. ചെരുപ്പിടാണ്ടാണോ നീ നടന്നേ? ചെരുപ്പിന്റെ വള്ളി പൊട്ടിപ്പോയി അമ്മേ. അതാണോ കാര്യം? ഇന്ന എന്റെ ചെരുപ്പ് നീ ഇട്ടോളൂ. അവർ കാലിൽ കിടന്ന ചെരുപ്പൂരി അവൾക്ക് കൊടുത്തു. പറട്ടെ കിളവി, ഞാൻ എന്തിനാ നിങ്ങളുടെ പഴയ ചെരുപ്പിടുന്നേ? അവൾ അങ്ങനെ തന്റെ മനസ്സിൽ പറഞ്ഞു. ഈ ചെരുപ്പ് പഴയതൊക്കെ തന്നെയാ, പക്ഷേ മായാജാല ചെരുപ്പാ എന്നവർ പറഞ്ഞു. മായാജാലം എന്ന് കേട്ടപ്പോൾ വിമലയുടെ കണ്ണുകൾ രണ്ടും വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. എന്താ മായാജാല ചെരുപ്പെന്നോ? ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നേ? ഈ ചെരുപ്പ് ഇട്ടുകൊണ്ട് എന്ത് സാധനത്തിലാണോ നീ കാല് വെക്കുന്നത്, അത് പൊട്ടി പൊട്ടി പോകും. നീ വേണമെങ്കിൽ നോക്കിക്കോ. എന്താ സത്യമാണോ ഈ പറയുന്നേ? ആ അതെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ചെരുപ്പ് അവൾക്ക് കൊടുത്തു. ആ ചെരുപ്പിട്ടുകൊണ്ട് വിമല ചെറിയ ചെറിയ കല്ലുകളെല്ലാം തവിട് പൊടിയായി ഒടിച്ചു. ആ കല്ലുകളെല്ലാം തവിട് പൊടിയായത് കണ്ട വിമല ആകെ അന്തം വിട്ടു നിന്നു. എന്നിട്ട് ഭയങ്കര ഉത്സാഹത്തോടെ അവളുടെ കണ്ണിൽ കണ്ട എല്ലാ കല്ലുകളെയും അവൾ തവിട് പൊടിയാക്കി. അങ്ങനെ അവൾ പോകുമ്പോൾ ഒരു മരത്തിൽ തട്ടി അവൾ താഴേക്ക് വീണു. അയ്യോ അമ്മേ, എന്റെ മൂക്ക് പോയല്ലോ. ആരും കണ്ടില്ലെന്നാ തോന്നുന്നേ. അവൾ അങ്ങനെ കരഞ്ഞുകൊണ്ട് തന്റെ ഡ്രസ് വൃത്തിയാക്കുമ്പോൾ അവൾ അടുത്തേക്ക് നോക്കി. അടുത്ത് കമല നിന്നുകൊണ്ട് അവളെ നോക്കി ചിരിക്കുകയായിരുന്നു. ഞാൻ താഴത്ത് വീണ് കരഞ്ഞോണ്ടിരിക്കുമ്പോൾ ഇവള് കണ്ടില്ലേ എങ്ങനെയാ ഇഹിഹിന്ന് പറഞ്ഞ് ഇളിച്ചോണ്ടിരിക്കുന്നേന്നാ? എന്ത് സാധനമായത്? അതെ, നീ എന്താ ഇങ്ങനെ വീണേ? നോക്കിയും കണ്ടൊക്കെ നടന്നുകൂടെ? വാ, വീട്ടിലേക്ക് വാ, എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് പോവാം. കമല വിമലയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അകത്ത് പോയ വിമല, ചേച്ചി എവിടെ പോയിട്ടാ വന്നേ? ഞാനോ, എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. നെക്ലസ് വാങ്ങിക്കാൻ പോയതാ. ആണോ? എന്നാ ഒന്ന് കാണിച്ചേ. ആ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നെക്ലസ് കാണിച്ചു. അത് നോക്കിക്കൊണ്ട്, ഞാൻ താഴെ വീണപ്പോൾ ഈ കഴുത ചിരിക്കുകയായിരുന്നല്ലോ. നോക്കിക്കോ, ഞാൻ ഇവളുടെ നെക്ലസ് തവിട് പൊടിയാക്കി കളയും. അവൾ അവളുടെ മനസ്സിൽ തന്നെ പറഞ്ഞു. ചേച്ചി വെള്ളം. ഷോ, ഞാൻ ആ കാര്യം മറന്നുപോയി, ഇപ്പൊ കൊണ്ടുവരാൻ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കമൽ അകത്തേക്ക് പോയി. കമല പോയപ്പോൾ, ഇനി ഈ നെക്ലസ് താഴെ ഇട്ടിട്ട് അതിന്റെ പുറത്ത് ചവിട്ടി തവിട് പൊടിയാക്കണം. നല്ല രസമായിരിക്കും ഇത് തവിട് പൊടിയാവുമ്പോൾ. ഇനി ഞാൻ ശരിക്കും അവള് കരയും എന്ന് ചിന്തിച്ചുകൊണ്ട് വിമല ആ നെക്ലസ് എടുത്ത് താഴേക്ക് വലിച്ചെറിഞ്ഞ്, അതാണെങ്കിലോ പുതിയതുമായിരുന്നു, അതിന്റെ മുകളിലേക്ക് ഒരു പല്ലി വീണു. നെക്ലസ് പൊട്ടിക്കാൻ പോയ വിമല ആ പല്ലി കാരണം കാല് തന്നെ വീണ്ടും മൂക്കും കുത്തി താഴേക്ക് വീണു. ദാ കിടക്കുന്നു വിമലയുടെ കാല് നല്ലതുപോലെ ഒടിഞ്ഞു. വിമല വേദന കാരണം കരഞ്ഞു. അയ്യോ എന്റെ കാല് കാല്. അവൾ വീണ്ടും കരയാൻ തുടങ്ങി. അപ്പോൾ കമല അവിടെ വന്നു. എന്തു പറ്റിന്ന് പറ. ചേച്ചി എന്റെ കാല് ഒടിഞ്ഞെന്നാ തോന്നുന്നേ. അയ്യോ അതെങ്ങനാ? അവൾ കമലയുടെ എല്ലാ കാര്യവും പറഞ്ഞു. എല്ലാം കേട്ടിട്ട് കമല പറഞ്ഞു, നീ ഇനി എന്നാ നന്നാവുന്നേ?
മറ്റുള്ളവരുടെ നാശത്തിന് ആഗ്രഹിക്കുമ്പോൾ നീ തന്നെയാണ് നശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലേ? വരൂ, ആശുപത്രിയിലേക്ക് പോവാം. അയ്യോ, എന്റെ കാല്, എന്റെ കാല്. കമല അവൾ ആശുപത്രിയെ കൊണ്ടുപോയി. അവിടെ ബെഡിൽ കിടന്നുകൊണ്ട് വിമല അവളുടെ നെക്ലസ് പൊട്ടിക്കാൻ നോക്കിയേ, ഞാൻ സ്വന്തം കാലാണല്ലോ ഒടിച്ചു കളഞ്ഞത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഉറക്കെ നിലവിളിച്ചു. പട്ടിയാലയിൽ 2 സഹോദരന്മാരുണ്ടായിരുന്നു, സുരേന്ദ്രൻ, മഹേന്ദർ. രണ്ടുപേരും ചേർന്ന് ഒരു ജിലേബിയുടെ കട നടത്തുകയായിരുന്നു. രണ്ടുപേരും പിശുക്കന്മാരും അത്യാഗ്രഹികളുമായിരുന്നു. ഒരു ദിവസം സുരേന്ദ്രൻ പറഞ്ഞു, എടാ അനിയ, ഇന്നത്തെ ദിവസം അല്പം മോശമാണെന്ന് തോന്നുന്നു. അതെ ചേട്ടാ, ഇന്ന് ആരും വന്നില്ലല്ലോ. നമ്മുടെ സ്ഥലത്ത് വേറെ ആരെങ്കിലും ജിലേബി കട ഇട്ടോ? അതെ ചേട്ടാ, അതും ശരിയാ. എന്നാലേ നമുക്കൊരു കാര്യം ചെയ്താലോ? ആരെങ്കിലും വാങ്ങിക്കാൻ വരുമ്പോ അവരെടുത്ത് 2 മടങ്ങായിട്ട് പൈസ വാങ്ങിക്കാം. അത് പറഞ്ഞു തീരുമ്പോഴേക്കും ഒരു ഗ്രാമവാസി വന്നു. ആ സുരേന്ദ്രേട്ടാ, മഹേന്ദ്രേട്ടാ, സുഖമാണോ നിങ്ങൾ? നല്ല സുഖം. നിങ്ങൾക്കോ? വളരെ സുഖം. ചേട്ടാ, എനിക്ക് വേണ്ടി 1 കിലോ ജിലേബി പാർസൽ ചെയ്യൂ. അതെന്താ 1 കിലോ മതിയോ? ഒരു 5 കിലോ വാങ്ങിച്ചോന്നേ. അതൊന്നും വേണ്ട, വെറും 1 കിലോ തന്നാ മതി. ഇന്നാ ചേട്ടാ, 500 രൂപയായി. എന്ത്? കഴിഞ്ഞ മാസം 300 രൂപയായിരുന്നല്ലോ. എന്റെ പൊന്നു സഹോദര, സാധനങ്ങൾക്കെല്ലാം വില കൂടിയില്ലേ? പിന്നെ ഈ ഗ്രാമത്ത് ഞങ്ങളല്ലാതെ വേറെ ആരും ജിലേബി വിൽക്കുന്നില്ലല്ലോ. പുതിയതായിട്ടൊരു ജിലേബിക്കാരൻ വന്നാലേ ഇവന്മാരൊക്കെ ഒരു പാഠം പഠിക്കും. പിറ്റേ ദിവസം സുരേന്ദ്രനെയും മഹേന്ദ്രനെയും ചെറുപ്രായത്തിലെ കൂട്ടുകാരൻ അവരുടെ വീട്ടിലേക്ക് വന്നു. അവനൊരു ജോലി അന്വേഷിച്ചു വന്നതാ. ഓ, ഈ സ്നേഹിതൻ ഇവ എപ്പോ പോകും? റേഷന് മാത്രം എത്രയാ ചെലവാവുന്നത്? അതെ ചേട്ടാ, അവനെ പുറത്താക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ. ഒരു കാര്യം ചെയ്യ്, നീ എന്റെ കഴുത്തിന് പിടിക്ക്. ഉടൻ തന്നെ രണ്ടുപേരും ഉച്ചത്തിൽ നിലവിളിച്ച് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. എടാ മണ്ടച്ചാരെ, മണ്ടൻ നീയാണടാ. കടയിലെ എല്ലാ സാധനങ്ങളും കാലിയാക്കിയില്ലേ? കള്ളനല്ലേ നീ? കള്ളൻ നീയാണ്. പകല് മുഴുവൻ ഞാൻ ഉണ്ടാക്കുന്ന ജിലേബിയില് പാതി നീ തന്നെ തിന്ന് തീർക്കുകയല്ലേ? ആഹാ, കള്ളം പറയുന്നോ? ആദ്യം നീ ഇവിടുന്ന് പുറത്തു പോ. അങ്ങനെ വഴക്കിട്ടുകൊണ്ട് രണ്ടുപേരും പുറത്തേക്ക് പോയി. അവരുടെ സ്നേഹിതൻ അടുത്ത മുറിയിലിരുന്ന് അതെല്ലാം കേൾക്കുകയുണ്ടായി. മാത്രമല്ല, അവന് കാര്യങ്ങളെല്ലാം പിടികിട്ടി. വൈകുന്നേരം സഹോദരന്മാർ കടയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ, വീട്ടിൽ പോയാൽ നല്ല രസമായിരിക്കും. നമ്മൾ വഴക്കിട്ടത് കണ്ട ജെസ്സി ഇപ്പോൾ പോയിരിക്കും അല്ലേ? അതെ ചേട്ടാ, ഇനി തൊട്ട് നമ്മുടെ റേഷന്റെ ചെലവുകളെല്ലാം കുറയും. തീർച്ചയായിട്ടും. അങ്ങനെ രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അവർ കണ്ടത് അവരുടെ സ്നേഹിതൻ ജെസ്സി സോഫയിലിരുന്ന് ഉറങ്ങുന്നതാ. രണ്ടുപേരും ഞെട്ടി. അതെന്ത് പറ്റി സ്നേഹിതന്മാരെ? ഇന്ന് നിങ്ങൾ വളരെ പെട്ടെന്നാണല്ലോ. ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ ആ മുകളിലത്തെ മുറിയിലാ ഉറങ്ങിയത്. ഓ, അത് കൊള്ളാം. സൂര്യയും മാഹിയും സ്വയം പാരവെക്കുകയാണ് ഉണ്ടായത്. കാരണം അവർ അമ്മൂമ്മയുടെ ഡയറി കുറിപ്പിൽ ജിലേബി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് കണ്ടാണ് ഇവരുണ്ടാക്കാൻ പഠിച്ചത്. ഇവരുടെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ആ ഡയറി കുറിപ്പ് ജസീര കയ്യിൽ കിട്ടി. എളുവാ, അമ്മൂമ്മയുടെ ഡയറി നീ കണ്ടായിരുന്നോ? ഇല്ല. എന്തിനാ? ഇവിടെ ഈ അലമാരിലല്ലേ അതുണ്ടായിരുന്നത്. മാത്രമല്ല, ഈ ജെസ്സിയും കാലത്തോട്ട് കാണാനില്ലല്ലോ. ഒരുപക്ഷെ ഈ ജെസ്സി നമ്മുടെ ഡയറി എടുത്തോണ്ട് ഓടിപ്പോയി കാണോ? എന്റെ അമ്മോ, അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് പണി കിട്ടുമല്ലോ. അപ്പോൾ ജെസ്സി അവിടെ എത്തി. ഇതായിരിക്കുന്നു നിങ്ങളുടെ ഡയറി. എനിക്ക് വെറുതെ ഇരുന്ന് ബോറടിച്ചത് കാരണം നിങ്ങളുടെ ഈ ഡയറി വായിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ ഞാൻ ഇതിന്റെ ജെറോക്സ് എടുത്തു കഴിഞ്ഞു. വെറുതെ ചിരിക്കണ്ട, ആ ഡയറി തന്നെ. ഞാൻ നാളെ എന്റെ നാട്ടിൽ പോവുക. ആ, വളരെ നല്ലത്. വല്ലപ്പോഴും വാ. അത് കഴിഞ്ഞ് ആ ഗ്രാമത്തിന്റെ വെളിയിൽ ജെസ്സി ഒരു ജിലേബി കട തുടങ്ങി. അമ്മൂമ്മയുടെ ഡയറി കുറിപ്പിൽ ഉള്ളതുപോലെ അവൻ നല്ല നല്ല ജിലേബികൾ ഉണ്ടാക്കുകയും അത് കുറഞ്ഞ വിലയിൽ വിൽക്കുകയും ചെയ്തു. അവന് നല്ല കച്ചവടവും കിട്ടി. അങ്ങനെ സൂര്യയുടെയും മാഹിയുടെയും കടയിൽ ആരും വരാതെയായി. ഇതുപോലത്തെ ഒരുപാട് നല്ല കഥകളും വീഡിയോസും കണ്ടു രസിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.